അങ്ങനെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയ വാക്ക് പാലിക്കാൻ പോവുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലത്ത് നടന്ന നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ആ റിപ്പോർട്ട് SP ഷൗക്കത്ത് അലി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2023 ഡിസംബർ 15-ാം തീയതിയാണ് ആലപ്പുഴയിൽ വെച്ച് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്ന A.D. തോമസ്, ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കെതിരെ പോലീസ്, പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ ഗൺമാന്മാർ വളരെ മൃഗീയമായ രീതിയിൽ അവരെ തല്ലിച്ചതയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നെങ്കിലും അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ ഒരു പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഈ പോലീസിൻ്റെ അല്ലെങ്കിൽ ഗൺമാന്മാരുടെ നടപടി കേരളത്തിലെ പോലീസ് സേനയ്ക്ക് മൊത്തത്തിൽ അവമതിപ്പുണ്ടാക്കി, നാണക്കേടുണ്ടാക്കി, അവർക്കെതിരെ അടിയന്തരമായ നടപടി വേണമെന്നാണ് ചൈത്ര തെരേസ ജോണിൻ്റെ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ആ റിപ്പോർട്ട് പിണറായി വിജയൻ സർക്കാർ പൂഴ്ത്തുകയാണ് ചെയ്തത്. മാത്രവുമല്ല, അത്തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു റിപ്പോർട്ട് നൽകിയ ചൈത്ര തെരേസ ജോണിനെ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് ആലപ്പുഴയിൽ നിന്നും സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഷൗക്കത്ത് അലി അന്വേഷണത്തിലേക്ക് വന്ന ശേഷം ഈ റിപ്പോർട്ട് ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ടാണ് തൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ DGPക്ക് നൽകാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ചൈത്ര തെരേസ ജോണിൻ്റെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് അന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ ഗവൺമെന്റ്മാരുടെ നടപടി അത് കേവലം ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ രീതിയിൽ അവരുടെ ആ രീതിയിൽ അതിനെ കാണാൻ കഴിയുകയില്ല. മറിച്ച് ഒരു കൃത്യവിലോപമാണ്, ഗുരുതരമായ കൃത്യവിലോപമാണ് അവരുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അവർക്കെതിരെ കർശനമായ നടപടി വേണം എന്നാണ് ഈ ഷൗക്കത്ത് അലിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ട് ഉടനടി തന്നെ DGPക്ക് കൈമാറും. അങ്ങനെയെങ്കിൽ അതിനകത്ത് ഉടൻ തന്നെ വളരെ ശക്തമായ നടപടി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഗൺമാന്മാർക്കെതിരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ പിണറായി വിജയൻ്റെ ആ ഒരു നിലപാടിലാണ് ഇത്രയും കുറ്റം ചെയ്തിട്ടും ഗൺമാന്മാർ യാതൊരു നടപടിയും നേരിടാതെ രാഷ്ട്രീയ സംരക്ഷണം വലയത്തിൽ അവർ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ അന്ന് തന്നെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ പറഞ്ഞൊരു കാര്യം, തങ്ങൾ അധികാരത്തിലെത്തിയാൽ തങ്ങളുടെ കുട്ടികളെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകും, തങ്ങളൊന്നും മറക്കുന്നവരല്ല എന്ന് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റ ശേഷം ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുനരന്വേഷണമാണ് ഉത്തരവിട്ടത്. അതിനകത്ത് 2024 നവംബർ മാസത്തിൽ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആ ഉത്തരവിൽ പോലും പിണറായി വിജയൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അന്വേഷണം നടത്താതെ ഈ പറയുന്ന തൻ്റെ ഗൺമാന്മാരെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന, സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണ് വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ നിർദ്ദേശം നൽകിയത്. എന്തായാലും ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഷൗക്കത്ത് അലി DGPക്ക് കൈമാറാൻ പോവുകയാണ്. അത് എന്തായാലും പിണറായി വിജയൻ്റെ മുൻ ഗൺമാന്മാർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും പിണറായി വിജയൻ്റെ ഗൺമാന്മാരായിട്ട് ഇവർ തുടരുകയാണ്. അവരുടെ പിണറായി വിജയൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ട് ഇവർ തുടരുകയാണ്. അവർക്കെതിരെ കർശനമായ നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.